നമുക്കിനി എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ഒരു ഗോതമ്പൊടി പാക്കറ്റ് എടുത്ത് കുറച്ച് ആവശ്യമുള്ള മാവിട്ടു. ഇതിലേക്ക് വേറെ കുറച്ച് മാവിട്ടുണ്ടായിരുന്നു. ഇതിൽ വാട്ടറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുഴക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഇതിൽ ഉപ്പ് കലക്കിയ വെള്ളം കുറച്ച് നമുക്കതിൽ ചേർക്കാം. അതിൽ ഒഴിക്കാവേ, ആവശ്യത്തിന് ഒഴിക്കാവേ. അധികം ആയി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടും. അത് നമുക്കൊന്ന് ഇതാക്കാം, നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് അതിലേക്ക് ഒഴിക്കുക. ലൈറ്റ് ചൂടാണെന്നുള്ളത്. നമുക്ക് ആവശ്യത്തിന് പറ്റിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ? ഇനി ഇത് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് ഓരോ റൗണ്ടിൽ കുറച്ച് മാവ് ഇതാക്കുന്നുണ്ട്. നമുക്കിന്ന് ഇതിലിട്ടിട്ട് ഇത് പരട്ടണം. അപ്പോൾ ഇത് ആദ്യമേ ഇതിന് മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ റൗണ്ടിലേക്ക് ഒന്ന് പരട്ടി കൊടുക്കാം. ഞാൻ ഇതിൽ മുഴുവനും പരട്ടണം. അങ്ങനെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതപ്പോൾ പരട്ടുമ്പോൾ ഒരു നല്ലൊരു ഇതിന് കിട്ടും, നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇതാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണയെ ഞാൻ അടുത്തതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് അതിലുള്ളത്. കുറച്ച് ആവശ്യമുള്ളൂ നമുക്ക് വെളിച്ചെണ്ണ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി നമുക്ക് ചുടുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണേൻ്റെ അധികം ആവശ്യം വരില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ പരട്ടണ സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ഇതിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ എടുത്തു. ആ വെളിച്ചെണ്ണ ഫുൾ ഫിനിഷായി. ഇനി നമുക്കിത് പരട്ടണം. അതിന് നമുക്ക് ആദ്യം കുറച്ച് പൊടി ഇതിലേക്ക് വിതറണം. എന്നാലാണ് പരട്ടുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ല, വേറെ തരത്തിലുള്ളത് ഇതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് ചെയ്യാം. ഇങ്ങനെ ഇതാക്കണം. എന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് നമുക്കൊന്ന് പരട്ടി നോക്കാം. പരട്ടണം. ഏകദേശം പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമുക്കിതുപോലെ ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യണം. അങ്ങനെ കറക്റ്റ് റൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ബാക്കി അങ്ങനെ മുഴുവനായി പരട്ടി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചു. ഇനി നമുക്കിതിൽ എണ്ണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് കുറച്ച് ചൂടായിട്ട്, ഇത് വെള്ളമാണ്, അതൊക്കെ കുറച്ച് പറ്റി കറക്റ്റ് ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിനി ഈ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ്. ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. തിരിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് തിരിച്ച് വെക്കുന്നുണ്ട്. നന്നായി പൊന്തി വരുന്നുണ്ട്. ഇത് കണ്ടോ? നല്ലോണം അത് പൊന്തി വരുന്നുണ്ട്. കഴിക്കുമ്പോൾ ലെയറായിട്ട് വെക്കുക. ഓരോ ലെയറായിട്ട് നമുക്ക് വില കാണാം.